കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ഒരു കമ്പനിക്കുള്ള വലിയൊരു കൺസേൺ ആണ് ഏത് ലൊക്കേഷനിലാണ് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം റെസിഡൻഷ്യൽ ഏരിയയിൽ കമ്പനി തുടങ്ങാൻ പറ്റത്തില്ല, അവിടെ പൊല്യൂഷൻ ഇഷ്യൂസും അല്ലെങ്കിൽ പൊല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ അതിന് പറ്റുന്ന പല പല ഏരിയ കറക്റ്റ് ചെയ്ത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അടുത്ത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിലാണ്. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഒരു 90% ഡോക്യുമെൻറ്റേഷൻ മലയാളത്തിലാണ്. മലയാളത്തിലൊരു ഡോക്യുമെൻറ്റേഷന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി വെൽക്കം ടു ഷാസ് പ്രോപ്പർട്ടീസ്. കേരളത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സർ, കേരളത്തിന് പുറമെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട്രിയൽ ലാൻഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് ഷാസ് പ്രോപ്പർട്ടീസിന് അസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? കേരളത്തിൽ വെളിയിലുള്ള കമ്പനീസ് പലരും എങ്ങനെ കേരളത്തിലൊരു കമ്പനി തുടങ്ങാം എന്ന് ചോദിച്ചിട്ട് തന്നെ പലരും വരാറുണ്ട്. അങ്ങനെ വന്ന ഒരു കമ്പനിയാണ് റീസെൻ്റ്ലി വന്നാണ് ഒരു ബജ്രംഗ് പവർ ഇൻഡസ്ട്രീസ് എന്നുള്ളൊരു കമ്പനിയാണ്. ദാറ്റ് ഇസ് അത് ജയ്പൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ്. അവർക്ക് എങ്ങനെ കേരളത്തിൽ തുടങ്ങാമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു കൺഫ്യൂഷൻ. സർ, അങ്ങനെ വരുന്ന കമ്പനീസിന് കേരളത്തിൽ പ്രത്യേകിച്ചും പാലക്കാട് എങ്ങനെയാണ് ഒരു സ്യൂട്ടബിൾ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുന്നത്? കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ഒരു കമ്പനിക്കുള്ള വലിയൊരു കൺസേൺ ആണ് ഏത് ലൊക്കേഷൻ വേണം എന്നുള്ളത്. പാലക്കാട് നോക്കുകയാണെങ്കിൽ പാലക്കാട് അത് കഞ്ചിക്കോടാണ് അവർക്ക് പെർഫെക്റ്റ് ലൊക്കേഷൻ. കാരണം ഇന്ന് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചുള്ള ഒരു ഏരിയ ആണ് കഞ്ചിക്കോട്. ഓരോ കമ്പനിക്കും റെഡ് കാറ്റഗറി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ കാറ്റഗറിയുള്ള ഓരോ ഇതുണ്ട് പൊല്യൂഷൻ ബേസ് നോക്കുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ സൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സർ, ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ലാംഗ്വേജ് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറാറില്ലേ? അപ്പം അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതൊരു ലാംഗ്വേജ് ഇഷ്യൂ തന്നെ. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ബജ്രംഗ് പവർക്ക് അവർ പ്യൂർലി ഹിന്ദിയാണ്, അവരുടെ ജയ്പൂർ ബേസ്ഡ് ആണല്ലോ. അപ്പോൾ അവർ പ്യൂർലി ഹിന്ദിയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ വെച്ചാൽ ഒന്ന് കമ്മ്യൂണിക്കേഷനാണ് വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം അവർക്ക് ഇവിടെ മലയാളം സംസാരിച്ച് അത് കൺവിൻസ് ചെയ്യാനുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ टीमिलुंड कर सके। तो हम लोगों को सूटेबल लगा पलक्कड़, क्योंकि नियर बाई ये आपका कोयम्बटूर भी है, तो जयपुर से आने जाने में भी कोई प्रॉब्लम ना हो, एयरपोर्ट नजदीक है, और बाकी इधर का थोड़ा लैंड वगैरह भी अच्छा लगा। फिर हम लोग त्रिवेंद्रम से सर्च करते करते पलक्कड़ पहुंचे। एक दिन हम लोग कैसे मिला था? अब वो हम 2 दिन से स्टे कर रहे थे। अभी हमारे कुछ मतलब कि जानने वाले भी थे, तो उन लोगों से भी हमने कांटेक्ट किया। तो उन लोगों से कांटेक्ट किया, उन्होंने भी कुछ लैंड हमें दिखाई, तो वो पसंद नहीं आई। उसके बाद मैं शाम को होटल पहुंचा, तो मैंने ऐसे ही मोबाइल पे ऑनलाइन सर्च किया, कुछ प्रॉपर्टीज वालों के नंबर मिले, सबसे बात की, तो कुछ लोगों के साथ थोड़ा लैंग्वेज प्रॉब्लम हुआ और कुछ ऐसे। फिर आपका नंबर मिला, आपसे बात हुई, तो जैसे ही बात हुई आपने तो मेरे को टाइम दे दिया। फिर अपना उसके बाद तो स्टार्ट हो गया था। अभी लैंड तो आपका पसंद मिला ना बराबर? लैंड नहीं, बिल्कुल सूटेबल लैंड है, अच्छा लैंड है। ओके, अभी प्रॉपर्टी ट्रांसैक्शन रजिस्ट्रेशन स्मूथली हो गया या इजीली हम लोगों को ऐसे लगा ही नहीं कि हम लोगों ने प्रॉपर्टी ली है। ദെൻ അടുത്ത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിലാണ്. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഒരു 90% ഡോക്യുമെൻറ്റേഷൻ മലയാളത്തിലാണ്. മലയാളത്തിലൊരു ഡോക്യുമെൻറ്റേഷന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ലാംഗ്വേജ്, കാരണം അത് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കേസസും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സർ, നേരത്തെ പറഞ്ഞ പോലെ ബജ്രംഗ് പവർ ഇൻഡസ്ട്രീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ബജ്രംഗ് പവറിന് വേണ്ടിയിട്ടുള്ളത്, കാരണം അവരൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അത് ഗവൺമെൻറ് സപ്ലൈ ഉള്ള ഒരു കമ്പനി കൂടിയാണ്. എന്നിട്ട് പോലും അവർക്ക് എന്താ പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നുള്ള പെർമിഷൻ, ബിൽഡിംഗ് പെർമിഷൻ, പൊല്യൂഷൻ ബോർഡിൽ നിന്നുള്ള പെർമിഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് പ്ലസ് ലേബർ വരെ അവർക്ക് വേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവർക്ക് വേണ്ട മെറ്റീരിയൽസിനുള്ള കണക്ഷനും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അവരൊരു 5 വർഷമായിട്ട് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ ഇന്ന് അവർ നല്ല രീതിയിൽ ഇൻഡസ്ട്രിയിൽ അവരിന്ന് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ജയ്പൂരിൽ നിന്ന് വന്ന ബജ്രംഗ് പവർ ഇൻഡസ്ട്രീസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് സാർ ഇപ്പം നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഇൻഡസ്ട്രിയൽ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഷാസുമായിട്ട് കണക്ട് ചെയ്യും.